ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചെറിയ ക്ലാസ്സുകളിലൂടെ തന്നെ മദ്രസയിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്നതാണ്, നമ്മൾ പഠിക്കുന്നതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ സന്താനങ്ങളെക്കാളും മറ്റു എല്ലാ ജനങ്ങളെക്കാളും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതോ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണെന്നോ. എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ അവിടുന്ന് പവിത്രത കൊടുക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. നമ്മെ പോറ്റി വളർത്തിയ നമ്മെ ഉമ്മയുണ്ടല്ലോ, നമ്മയല്ലാതെ താലോലിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾക്ക് നിറവേറ്റി തരുന്ന, എന്ത് ആഗ്രഹം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, ആ വാപ്പയെക്കാളും തന്റെ സന്താനങ്ങളെക്കാളും പടച്ചുറപ്പെ ഒരുപാട് സ്നേഹം കൊടുത്തിട്ട്, ഒരുപാട് ഭക്ഷണം കൊടുത്തിട്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുത്തിട്ട് നമ്മൾ വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കളെക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടത്, നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ സ്ഥാനം കൊടുക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു. അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലതാ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഉമർ തങ്ങളെ കയ്യെ പിടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പടച്ചവനെ ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്തതാ ഉമർ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്നത് നബിയേ അങ്ങേക്കാണ്, നബിയേ അങ്ങേക്കായ റസൂലല്ലാഹ്. ഇതവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ വല്ലദീ നഫ്സീ ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. നിന്റെ ശരീരത്തെക്കാൾ എന്നെ നീ ഏറ്റവും കൂടുതൽ എപ്പോഴാണ് സ്നേഹിക്കുന്നത്, എന്നെ നീ എപ്പോഴാണ് സ്നേഹിക്കുന്നത്, അപ്പോഴാണ്, അതാണ് യഥാർത്ഥ സ്നേഹമെന്നോ. നിന്റെ ശരീരത്തെക്കാൾ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അത് എന്റെ ശരീരത്തെയാണ് ഉമറേ എന്നതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി പറയുകയാ. ഉടനെ പടച്ചവനെ ഉമർ തങ്ങൾ എന്ത് പറഞ്ഞെന്നറിയോ? ഉമർ തങ്ങൾ ദാവിടെന്ന് പറയുന്നു, ഫഇന്നഹുൽ ആന ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നബിയേ, എന്റെ ശരീരത്തെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, എന്റെ ശരീരത്തെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് നബിയെ അങ്ങയുടെ ശരീരത്തിനാണ്, നബിയെ അങ്ങക്കാണ്, നബിയെ എന്നതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് നമുക്ക് വലുത്. ജീവിതത്തിൽ നമ്മുടെ കാമുകനോടുള്ള സ്നേഹമല്ല, കാമുകിയോടുള്ള സ്നേഹമല്ല, ഭർത്താവിനോടുള്ള സ്നേഹമല്ല, ഭാര്യയോടുള്ള സ്നേഹമല്ല, മക്കളോടും മാതാപിതാക്കളോടും സ്നേഹിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ പടച്ചുറപ്പെ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. എവിടെയോ കിടക്കുന്ന എത്രയോ ഫുട്ബോൾ താരങ്ങൾക്ക് സ്ഥാനമാനങ്ങളാണ് നമ്മുടെ മനസ്സിനകത്ത്, സിനിമാ താരങ്ങൾക്ക് സ്ഥാനമാനങ്ങളാണ് മനസ്സില്. പടച്ചുറപ്പേ, സീരിയലിന്റെ കഥാപാത്രങ്ങൾക്കാണ് നമ്മുടെ മനസ്സിനകത്ത് സ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ളത്.
നമ്മൾ സ്ഥാനങ്ങൾ കൊടുക്കേണ്ടത് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ. ആ പ്രവാചകനെ ഒരു അണുമണി തൂക്കം പോലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ ഭാഗങ്ങളില് ഒരു അണുമണി തൂക്കം പോലും പടച്ചുറപ്പേ നമ്മുടെ സ്നേഹത്തിൽ സ്ഥാനമില്ല. എന്നിട്ട് ദുനിയാവിന്റെ ആളുകളുടെ പിറകെ നടന്നിട്ട് പടച്ചുറപ്പേ എന്നെ അല്ലാഹ് കാണുന്നില്ല, അല്ലാഹ് കേൾക്കുന്നില്ല എന്ന് നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ പറയുന്നവരാണല്ലോ. നമ്മൾ കൊതിക്കേണ്ടത് സ്വർഗമാണ്. ദുനിയാവിൽ എത്ര വലിയ വിഷമങ്ങൾ വരട്ടെ, എത്ര വലിയ സങ്കടങ്ങൾ വരട്ടെ, എത്ര വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകട്ടെ, ആ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാ. നിങ്ങളുടെ മനസ്സിനകത്ത് കടന്നു വരേണ്ട കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദുനിയാവിന്ന് വിട പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ എന്റെ വിഷമങ്ങളെല്ലാം മാറുമല്ലോ. നാളെ എനിക്ക് സ്വർഗം വേണമല്ലോ. ദുനിയാവിലെ വിഷമങ്ങൾ കിടക്കട്ടെ, ദുനിയാവിലെ സങ്കടങ്ങൾ അവിടെ കിടക്കട്ടെ. പക്ഷേ നാളെ പടച്ചുറപ്പിന്റെ സ്വർഗലോകത്ത് എനിക്ക് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുമല്ലോ എന്ന് നമ്മൾ ഹൃദയത്തിൽ കൈ വെച്ചിട്ടെന്ന് ആലോചിച്ച പടച്ച തമ്പുരാനെ, നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്ത ആനന്ദമാണ്, നമ്മുടെ മനസ്സിനകത്ത് വല്ലാത്ത ആവേശം കിട്ടുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചല്ലോ, നമുക്ക് സങ്കടം വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് പടച്ച റബ്ബിനെ, പരലോകത്തെ സ്വർഗത്തെ ഓർത്താൽ, നമ്മുടെ മനസ്സിനകത്ത് നമുക്ക് സ്ഥാനങ്ങൾ കൊടുത്താൽ, റസൂലുള്ളാഹിക്ക് സ്ഥാനങ്ങൾ കൊടുത്തിട്ട് റസൂലുള്ളാഹിന് വല്ലാത്ത സ്നേഹം കൊടുത്താൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിനകത്തുള്ള നൂറുകണക്കിന് നീറുന്ന വിഷമങ്ങൾക്ക് അത് വലിയ പരിഹാരമാണ്. നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരമാണ്, നമ്മുടെ വേദനകൾക്ക് പരിഹാരമാണ്, ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, മുത്തുനബിയുടെ കയ്യെ പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, നബിയേ, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ ശരീരം കഴിഞ്ഞിട്ടല്ലടാ എന്നെ സ്നേഹിക്കേണ്ടത്. ഉമറേ, നിന്റെ ശരീരം കഴിഞ്ഞിട്ടല്ല, ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരുത്തി പറഞ്ഞു, നബിയെ, എന്റെ ശരീരത്തിന്റെ മുമ്പ്, എന്റെ ബാപ്പാന്റെ മുമ്പ്, എന്റെ ഉമ്മാടെ മുമ്പ്, എന്റെ എല്ലാത്തിന്റെയും മുമ്പ് ഞാൻ സ്ഥാനം കൊടുക്കുന്നത് നബിയെ നിങ്ങൾക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയാം. യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് സ്നേഹിക്കുമ്പോഴാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച സ്വഹാബത്തുണ്ട്. എങ്ങനെയായിരുന്നു മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ നിന്ന് സ്വഹാബത്ത് സ്നേഹിച്ചതെന്നറിയോ? മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഈജിപ്തിന്റെ ഗവർണറാണ്. പടച്ചവനെ, അവിടുന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് പടച്ചുറപ്പേ, തന്റെ നാട്ടില് ഒരുപാട് അവിശ്വാസികളായ ജനങ്ങളുണ്ട്. ഒരിക്കലതാ ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ നിന്നതാ പറയുന്നു, അംറേ, നിന്റെ ജനതയുണ്ടല്ലോ,
നിന്റെ ജനതയുണ്ടല്ലോ പടച്ചവനെ, ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബിംബത്തിന്റെ മൂക്ക് ഛേദിച്ചിരിക്കുകയാണ്, അവിടെ നിന്ന് മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഞങ്ങൾക്ക് പകരം വീട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്കതാ പടച്ചവനെ ഒരു പറ്റം ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരികയാണ്. ശത്രുപക്ഷത്തുള്ള ആളുകൾ കടന്നു വരികയാണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനറിയാം, ഇത് ശത്രുക്കളുടെ വല്ലാത്ത കുതന്ത്രമാണ്. ഇസ്ലാമിനെ തകർത്തുകൊണ്ടിരിക്കാൻ ഇന്നും ശ്രമിക്കുന്നത് പോലെ പഴയ കാലത്ത് തന്നെ പരിശുദ്ധമായ ഇസ്ലാമിനെ അവിടുന്ന് വല്ലാതെ അവഹേളിച്ചിരുന്നു. അതിനുള്ള വല്ലാത്ത കുതന്ത്രമാണെന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അറിയുമായിരുന്നു. പടച്ചവനെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ നിന്ന് പറയുകയാണ്, ഒരിക്കലും തന്നെ പരിശുദ്ധമായ ഇസ്ലാമിൽ ജീവിച്ച ആളുകള്, അള്ളാനെ പേടിച്ചിട്ട് ജീവിക്കുന്ന എന്റെ സ്വഹാബത്ത്, അള്ളാനെ മുറുകെ പിടിച്ചിട്ട് ജീവിക്കുന്നവര് ഒരിക്കലും തന്നെ അത് ചെയ്യില്ലെന്ന് എനിക്കുറപ്പാ. എന്റെ അണികളത് ചെയ്യുന്നതല്ലല്ലോ. അതാ നേതാവായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് അതാ ശത്രുക്കൾ അവിടുന്ന് പറയുകയാണ്, നീ വെറുതെ ന്യായീകരണം നടത്തേണ്ടതില്ല. നിന്റെ ആളുകൾ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്ന ബിംബത്തിന്റെ മൂക്ക് വെച്ചെത്തിക്കളഞ്ഞത്. അതാ അവിടുന്ന് പറയുമ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏ ജനങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിലോ സ്വർണം കൊണ്ടുള്ള ഒരു ബിംബത്തെ ഞാൻ നിർമ്മിച്ചു തരാ, ഒരു വെള്ളിയാറുള്ള ബിംബത്തെ ഞാൻ നിർമ്മിച്ചു തരാ. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോ അതാവിടുന്ന് ശത്രുക്കൾ പറയുന്നു, അംറേ, ഞങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ടതില്ല, ഞങ്ങൾക്ക് ഒന്നും തന്നെ വേണ്ടതില്ല. പ്രവാചകർ, നീ സ്നേഹിക്കുന്ന നിന്റെ പ്രവാചകരുണ്ടല്ലോ, മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിന്റെ രൂപം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ്. എന്നിട്ടോ അതിന്റെ മൂക്കുകളും കൈകാലുകളും ചെവികളും പടച്ചുറപ്പേ ശരീരങ്ങളൊന്നായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഛേദിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ വെട്ടി വെട്ടി മുറിക്കുകയാണ്. അത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണണമെന്ന് പറയുമ്പോ അല്ലാഹുവേ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുകയാ, കഴിയില്ലല്ലോ, അതിന് ഞങ്ങൾ സമ്മതിക്കൂലല്ലോ, അതിന് ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. പടച്ചുറപ്പേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന സ്വഹാബത്ത്, അതാ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഞാനടക്കമുള്ള സ്വഹാബത്ത് ഇതാ ഇവിടെയുണ്ടല്ലോ, ഞാനടക്കമുള്ള ഈ സ്വഹാബത്ത് ഇവിടെയുണ്ടല്ലോ. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇഞ്ചിഞ്ചായിട്ട് അവിടെ നിന്ന് വെട്ടി നുറുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് കൊണ്ടുപോലും വേദനിപ്പിക്കാൻ അവിടെ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതിന് ഞങ്ങൾ സമ്മതിക്കുന്നതല്ലെന്നോ. അതാവിടുന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയുക, എന്റെ പ്രിയമുള്ളവരെ, അവസാനം അവിടുന്ന് ശത്രുക്കൾ പറയുന്ന, അംറേ, ഇരിക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ, ഇരിക്കുന്ന സ്വഹാബത്തുണ്ടല്ലോ, ഇവരെയൊന്നും ഞങ്ങൾക്ക് വേണ്ടല്ലോ, നീയാണല്ലോ ഇവിടൊക്കെ നേതാവ്, ഇവിടൊക്കെ നേതാവ് നീയാണല്ലോ, നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതോ, നിന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടോ അതാ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ അത് അവിടുന്ന് പടച്ചുറപ്പെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അവിടുത്തെ മൂക്ക് ചെത്താൻ വേണ്ടിയിട്ട്, അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പറയുമ്പോ
പുഞ്ചിരിച്ചുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അതാ ഞാൻ കടന്നു വരാമല്ലോ, ഞാൻ കടന്നു വരാമല്ലോ, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഞാൻ മാറ്റിവെക്കാം, അതിനെനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് പടച്ചുറപ്പേ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു രംഗത്ത് കടന്നു വരികയാ. പടച്ചുറപ്പേ ഊരിപ്പിടിച്ച ചൂബുവാളുമായിട്ട്, പടച്ചുറപ്പേ തിളങ്ങുന്ന മൂർച്ചയേറിയ ഊരിപ്പിടിച്ച വാളുമായിട്ട് അതാ ശത്രുപക്ഷത്ത് നിന്ന് ആളുകൾ നിൽക്കുകയാണല്ലോ. എന്തിനെന്നറിയോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പടച്ചവനെ അവിടുന്ന് ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റാനാണ്. പടച്ചുറപ്പേ തന്റെ നേർക്ക് വാളോങ്ങിക്കൊണ്ട് കടന്നു വരുന്ന, തന്റെ നേർക്ക് പടച്ചുറപ്പേ വാളോങ്ങിക്കൊണ്ട് കടന്നു വരുന്ന ശത്രുപക്ഷത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അതാ മഹാനായ അംർ റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് പുഞ്ചിരിക്കുകയാണ്, അവിടെ നിന്ന് പുഞ്ചിരിക്കുകയാ. പടച്ചുറപ്പേ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പടച്ചവനെ തന്നെ വെട്ടാൻ വേണ്ടി കടന്നു വരുന്ന ആ ശത്രുവിന്റെ മനസ്സിനകത്ത് പടച്ചവനെ വല്ലാത്ത ഈമാൻ വരികയാ. പടച്ചുറപ്പിനോടുള്ള റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കടന്നു വരികയാ. പടച്ചുറപ്പേ ഈ സഹോദരനെ ഓടി വരികയാണ്. എന്നിട്ടതാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, അംറേ, തന്റെ കയ്യിലുള്ള വാള് ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ഓടി വന്നുകൊണ്ട് അംർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അംറേ, നിങ്ങൾക്ക് നിങ്ങളുടെ നേതാവിനോടുള്ള സ്നേഹമാണോ ഇത്? നിങ്ങളുടെ ശരീരം വരെ, നിങ്ങളുടെ മനസ്സ് വരെ, നിങ്ങളുടെ ജീവൻ വരെ നിങ്ങളുടെ പ്രവാചകന് കൊടുക്കാൻ, നിങ്ങളുടെ പ്രവാചകന് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്തൊരു പ്രവാചകരാണവര്, എന്തൊരു സ്നേഹമുള്ളവരാണവര്, എന്തൊരു മഹത്വമാണവർക്ക്. ഞാനിതാ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യെ പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് അവിടുന്ന് പടച്ചുറപ്പേ അവിടുന്ന് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. പടച്ച തമ്പുരാനെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ പരിശുദ്ധമായ ഇസ്ലാമില് ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് ഹുബൈബ് തങ്ങളെയും പടച്ചറപ്പെ ഒരുപാട് സ്വഹാബത്തിനെയും കൊണ്ടുപോവുകയാണ്. എന്നിട്ടതാ കഴിമരത്തിൽ നിർത്തിയ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്ന, ഹുബൈബേ, നിനക്ക് ഞങ്ങൾ ഒരുപാട് സമ്പത്ത് തരാ, അധികാരം തരാ, പവർ തരാ, എല്ലാം നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചു തരാം. ഹുബൈബേ, നിന്റെ റസൂലുള്ളാഹിയുണ്ടല്ലോ, നീ സ്നേഹിക്കുന്ന പ്രവാചകരുണ്ടല്ലോ, ആ പ്രവാചകരെ ഒന്ന് തള്ളിപ്പറയാൻ നിനക്കൊന്ന് കഴിയുമോ എന്നവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ഹുബൈബ് തങ്ങളോട് പറയുമ്പോ അല്ലാഹുവേ, ഹുബൈബ് തങ്ങൾ പറയുന്നു, എന്റെ ഹബീബായ റസൂലുള്ളാഹി ഉണ്ടല്ലോ, എന്റെ റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുവേ, പഠിച്ച റബ്ബേ, ആ സ്നേഹബന്ധം ഇതായിരുന്നു സ്വഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിനൊക്കെയുള്ള എന്റെ പ്രിയമുള്ളവരെ സ്നേഹം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ സ്നേഹം എന്താ? നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് വാക്കിലും പ്രവർത്തന പറച്ചിലും മാത്രമാണ് നമ്മുടെയൊക്കെ സ്നേഹമുള്ളത്.
നമ്മുടെ ഹൃദയത്തിനൊക്കെ താഞ്ഞിറങ്ങിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ സ്നേഹം കൊടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണില്ല. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയുന്നുണ്ട്, മൻ അഹബ്ബ ശൈഅൻ ഫഖദ് അക്തറ ദിക്റുഹു. ഒരു മനുഷ്യനോട്, ഒരാളോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ നാക്കിൽ അയാളെ കുറിച്ചായിരിക്കും എപ്പോഴും ചിന്ത. നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അയാളെ കുറിച്ച് കേൾക്കാനും പറയാനും അതിന് സമയം കണ്ടെത്താനും നമ്മൾ സമയം കാണും. അതിനു വേണ്ടി നമ്മൾ സമയം കാണും അല്ലേ? നമ്മൾ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അയാൾക്ക് വേണ്ടി നന്മകൾ ചെയ്യും. അയാളെ പോലെ നടക്കാൻ ശ്രമിക്കും, വസ്ത്രം ധരിക്കാൻ ശ്രമിക്കും. അങ്ങനല്ലേ അല്ലെ? അങ്ങനെയാണ് എന്റെ പ്രിയമുള്ളവരെ, ഇതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കുക, റസൂലുള്ളാഹിയുടെ സ്നേഹം നമ്മൾ പറയുന്നുണ്ട്. ആ റസൂലുള്ള പറഞ്ഞതുപോലെ പറയാനും പ്രവർത്തിക്കാനും നടക്കാനും നമ്മൾ കാണിക്കുന്നുണ്ടോ മനസ്സ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. അള്ളാഹു ബോധം തരട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുക. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, മൻ അഹ്യാ സുന്നതി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ. എങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ആ ഒരു ശൈലി, അവിടുത്തെ പറച്ചിലും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കൊണ്ടു നടക്കൽ, അത് സുന്നത്താണ് അല്ലേ? എന്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ പിൻപറ്റുക, അവിടുത്തെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. അങ്ങനെ ഒരാൾ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ അവൻ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നന്മ വരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് അല്ലേ വല്ലാതെ വല്ലാതെ മനുഷ്യർക്ക് ദുഷിച്ച ചിന്തകളിലൂടെ വേണ്ടാത്ത ചിന്തകളിലൂടെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ താഴ്ത്താൻ നോക്കും. ഈ രൂപത്തിൽ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത് കാത്തു സൂക്ഷിക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിൽ ഒരു വാർത്ത കണ്ടു. റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ അദ്ദേഹത്തിന്റെ മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന ഒരു മകൻ, എന്റെ പ്രിയമുള്ളവരെ 7 വയസ്സാണ്. അവിടുന്ന് ബ്ലഡ് ക്യാൻസർ വന്നു, ശരീരത്തിന്റെ വല്ലാത്ത വേദന. നമ്മളെല്ലാവരും കണ്ട ന്യൂസാണത്. അവിടുന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ വേണമെന്ന് പറഞ്ഞ് ഫിറോസ് കുന്നംപറമ്പിൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൊന്നുമോനെ കുറിച്ചിട്ട് ആ കുട്ടി മരിച്ചിട്ട് 7 മാസമായിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷെ എന്നിട്ട് പിന്നീട് അതിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി അതേ വീഡിയോ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഇതേ കുട്ടിക്ക് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ പേ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് ആരോ എന്റെ പ്രിയമുള്ളവരെ ഇതിന് വേണ്ടിയിട്ട് പടച്ച റബ്ബേ പ്രവർത്തിക്കാം. എന്നിട്ട് ലക്ഷങ്ങളാണ് അത്ര അക്കൗണ്ടിലേക്ക് വന്നത് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ മാധ്യമങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയൊരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ ചാനലുകളിലൊക്കെ ചർച്ച നടന്നിരുന്നു. അല്ലാഹുവേ പടച്ച റബ്ബേ, മരണപ്പെട്ടു പോയ മയ്യത്തിനെ പോലും, ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും, ആ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ പോലും വെറുതെ വിടാൻ ഇന്നെന്റെ പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹം മനസ്സ് കാണിക്കുക. അവരെ മനസ്സ് കാണിക്കുന്നില്ല, അത്രത്തോളം വേദനിപ്പിക്കുകയാണ്. ഇത്രക്കും ക്രൂരമായ മനസ്സും ഹൃദയവും ശരീരവുമായിട്ടാണ് നമ്മുടെയൊക്കെ മുമ്പിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ അറിയണം. പല ആളുകളും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ കോട്ടുപല്ല് കൊണ്ട് കടിച്ചു പിടിച്ചിട്ട് പുറമേയുള്ള പുഞ്ചിരി മാത്രമാണ്
എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ, നല്ല മനസ്സ് അല്ലാഹു തആല നൽകട്ടെ. ഇന്ന് നമ്മുടെ കൂടെ പിറപ്പുകളെ, സ്വന്തം വാപ്പാനെ, സ്വന്തം ഉമ്മയെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആ ഒരു പൊന്നു ചെറുപ്പക്കാരന്റെ ആ കുട്ടി മരിച്ചിട്ട് വേദന പോലും മാറാത്ത മാതാപിതാക്കൾക്ക് മുമ്പിൽ മറ്റൊരു വേദനയായിട്ടാണ് ആ കുട്ടിയുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇന്ന് അപ്ലോഡ് ചെയ്ത് അതേ രൂപത്തിലാക്കിക്കൊണ്ട് അക്കൗണ്ടും കാര്യങ്ങളും മാറ്റിയിട്ട്, എന്റെ പ്രിയമുള്ളവരെ, 7 മാസം മുമ്പ് മരണപ്പെട്ട ഈ ഒരു പൊന്നുമോനെ കുറിച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്ത് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ തിന്നതിനേക്കായി നല്ലത്, ആ പണക്കെ അവർ സ്വരൂപിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് വേറെ എന്താണ് അവർക്ക് ചെയ്യുക? അതിനേക്കാളും നല്ലത് അവർക്ക് വേറെ എന്തെങ്കിലും പോയിട്ട് ചെയ്യുന്നതല്ലേ അല്ലേ? ഇങ്ങനെയൊക്കെ എന്റെ പ്രിയമുള്ളവരെ, സമൂഹത്തിന്റെ മുമ്പിലൂടെ തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടമാണ്. അതിൽ വീണു പോകുന്ന ഒരുപാട് ഉമ്മമാരുമുണ്ട്. സത്യം പറഞ്ഞാൽ ചാരിറ്റി, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പടച്ചുറപ്പെ, സ്വന്തം അറിയാത്തവർക്ക് പോലും നമുക്ക് പണം കൊടുക്കാനും പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ ഇതൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊരു തട്ടിപ്പുകൾ വരികയാണ് ഉസ്താദേ. പല പണങ്ങളും പല രൂപങ്ങളിലേക്ക് മാറപ്പെടുകയാണ്, പല മേഖലകളിലേക്ക്, പല ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് ഉസ്താദേ എന്നൊക്കെ വിഷമം പറഞ്ഞ് എത്രയോ ആളുകളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ നന്മ നൽകട്ടെ, നല്ല മനസ്സും നല്ല ചിന്തയും അല്ലാഹു തആല നൽകട്ടെ.